തിരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി ആവശ്യപ്പെടുന്നത് പ്രകാരം തന്നെ നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തലേ ദിവസം തന്നെ അവന് വേണ്ടിയിട്ടൊരു റൂം തന്നെ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുറത്തിറങ്ങാതെ നീ ഇതിനുള്ളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ നിൽക്കരുതെന്നൊക്കെ നിർമ്മൽ അങ്ങോട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനൊരു ലോഡ് കുപ്പിയൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവനൊരു കാരണവശാലും പോവരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ സമയമായി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലിനെ റൂമിലാക്കിയിട്ട് അഭി കല്യാണ മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അനാമികയുടെ അച്ഛനെ നൈസായിട്ട് കല്യാണത്തിൻ്റെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അയാളെ കാണുമ്പോഴേക്ക് തന്നെ അനാമികയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നും ദയവ് ചെയ്തിട്ട് എൻ്റെ മോളുടെ കല്യാണം മുടക്കരുത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ. നിനക്ക് നിൻ്റെ മോളുടെ കല്യാണമാണ് വലുതെങ്കിൽ എനിക്ക് എൻ്റെ പണമാണ് വലുത്. അത് ഇന്ന് എനിക്ക് ഈ പണം കിട്ടിയില്ലെങ്കിൽ നാളെ നിൻ്റെ മോളുടെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഈ വിവരം ഇപ്പോൾ അനന്തപുരിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാവല്ലോ എന്നൊക്കെയുള്ള ആകെ ടെൻഷനിലാണ്. അന്ന് ഞാൻ നിൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കുറച്ച് പീറ ഗുണ്ടകളെ അയച്ചിട്ട് നിൻ്റെ മോളെയും കൊണ്ടുപോയി. അന്നേരം ഞാൻ വിചാരിച്ചാണ് ഈ കല്യാണം ഞാൻ മുടക്കും എന്നുള്ള കാര്യം എന്നൊക്കെ പറയാണ് കേട്ടോ. തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ഞാനാണെന്നും അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അനന്തപുരിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നിൻ്റെ മോളുടെ കല്യാണം മുടങ്ങും. നീ പേരും കള്ളനാണ്, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ കല്യാണം നടത്താൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നൊക്കെ അവരുടെ ഉപദ്രവം ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ നയന കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിലുള്ള സംസാരം എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ മാറുമ്പോൾ സാധാരണ നോർമൽ സംസാരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നയന അവരുടെ പുറകെ പോയി നിൽക്കുമ്പോഴാണ് അന്ന് അനാമികയെ തട്ടിക്കൊണ്ട് പോയതൊക്കെ ഇയാളാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നത്. അവളുടെ അച്ഛൻ പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നയനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. പക്ഷേ ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങരുത് എന്നുള്ളത് നയനയ്ക്ക് വേണ്ട ഒരു കാര്യം. കാരണം എന്തായാലും അനാമിക ഇത്രയും വൃത്തികെട്ടവളാണെന്നുള്ള കാര്യമൊന്നും നയനയ്ക്ക് അറിയില്ലല്ലോ. കുറച്ച് കുശുമ്പ് സ്വഭാവം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ചേർന്ന പെണ്ണാണെന്ന് കരുതിയിട്ട് ഈ കല്യാണം നടന്നിട്ടില്ല എങ്കിൽ അത് മുടക്കാനുള്ള കാരണം താനാവും എന്നുള്ളൊരു രീതിയൊക്കെ വരുന്നുള്ളത് കൊണ്ട് അനാമിക അച്ഛൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അന്ന് അനാമികയെ തട്ടിക്കൊണ്ട് പോയത് അനാമികയുടെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആളാണെന്നും അവരിവിടെ വന്നിട്ട് കല്യാണം മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹമാണെങ്കിൽ ആകെ ടെൻഷനിലാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നയന ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താ പ്രശ്നം എന്നുള്ള കാര്യം. അപ്പം അനാമികയുടെ അച്ഛൻ ഒന്നുമില്ല മോനെ, ഇത് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം, ഇത് ചെറിയൊരു ഓഫീസ് കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം, മോൻ ചെല്ല് എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്, നീ എനിക്ക് പണം തരാനുണ്ടെന്നുള്ള കാര്യം പറയാൻ നിനക്ക് എന്താ ഇത്ര വലിയ മടി, ഇവർ വലിയ കോടീശ്വരന്മാരൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവർക്ക് ഈ പണം തുച്ഛമായിട്ട് തന്നു തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പണം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിൻ്റെ മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല, പ്രശ്നം ഉണ്ടാക്കും, എൻ്റെ ഗുണ്ടകൾ മൊത്തം പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ പിന്നെ ഒരുതരം അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉപേന്ദ്രൻ സംസാരിക്കുമ്പോൾ ശരിക്കും ആദർശിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ ആരോടാ സംസാരിക്കുന്നത് അറിയോ, ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് കുറ്റമാണെന്നുള്ള കാര്യം അറിയില്ലേ, കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താൻ അകത്ത് പോവും, പക്ഷേ ഇവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നും നല്ല പോലെയാണെങ്കിൽ നല്ല പോലെ തൻ്റെ പണം ഞാൻ തന്നോളാം എന്നുള്ള കാര്യം പറയുകയാണേ. സാർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ പൊക്കോളാം, സാർ ആ പണം തരാം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് വേണ്ട, അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ സാറ് ടെൻഷൻ ആവേണ്ട, അനാമികയുടെ കല്യാണം നടക്കണം, ഒരു കാരണവശാലും അനാമികയും അനിയുമായിട്ടുള്ള കല്യാണം മുടങ്ങാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് ഈ പണം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുകയാണേ. അങ്ങനെ ആദർശ് നാളെ ഓഫീസിലോട്ട് വന്നാൽ മതി, ചെക്ക് എഴുതി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അയാളും അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ആദർശും അതുപോലെ നയനയും തിരിച്ചറിയുന്നുണ്ട് അനാമികയെ അന്ന് തട്ടിക്കൊണ്ടു പോയതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇയാളാണ് എന്നുള്ള കാര്യം കേട്ടോ. അത് അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം മറച്ചു വെച്ചതെന്നുള്ള കാര്യമൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് മോനെ ഒന്നും വിചാരിക്കരുത്, എൻ്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി മാത്രമാണ്, എൻ്റെ മോളെ ഒരിക്കലും ചതിക്കരുത്, ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും കാര്യങ്ങളെല്ലാം വന്ന് നയനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവളോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടതെന്നൊക്കെ ആദർശ് പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അനാമികയുടെ അച്ഛൻ്റെ
ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. ആദർശിനൊരു ടെൻഷൻ പോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതും വലിയ ആവോ, ഇനിയിപ്പോൾ എനിക്ക് രണ്ടാം വിവാഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കല്യാണം നടന്ന് അവസാനം ഇവർ പിരിയേണ്ടി വരുമോ എന്നുള്ള ടെൻഷനിലൊക്കെയാണ് എല്ലാവരും. എന്തായാലും അനാമികയെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷേ അനാമികയുമായിട്ട് എനിക്ക് ഒരിക്കലും ഒത്തുപോകാൻ വേണ്ടി പറ്റില്ല. അതോടുകൂടിയിട്ട് അനാമികയെ ഒഴിവാക്കി നമ്മുടെ നന്ദുവിനെ തന്നെ സ്വീകരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു എപ്പിസോഡ് റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്